ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, അതായത് ഈ മഴവിൽ സഖ്യത്തെക്കുറിച്ച് പറയുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഇത്ര വലിയൊരു ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം CPIM-ന്റെ വിലയിരുത്തൽ അങ്ങനെയാണ്. ഇത്ര വലിയ വിജയം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ്, വർഗീയ ശക്തികളുമായി ചേർന്നുള്ള നിങ്ങളുടെ കൂട്ടുകെട്ട്. അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ കണ്ട പല വിഷ്വലുകളുണ്ടല്ലോ, SDP-യുടെ വിജയാഹ്ലാദ പ്രകടനം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വർഗീയ ഉള്ളടക്കം ഏതളവ് വരെ ഉണ്ടായിരുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനം ശ്രദ്ധിച്ച മുഴുവൻ ആളുകൾക്കും അറിയാമല്ലോ. ആരാണ് ഈ തെരഞ്ഞെടുപ്പിൽ വർഗീയതയെ കൂട്ടുപിടിക്കാൻ ശ്രമിച്ചത്? ആരാണ് ചില പ്രത്യേക മതവിഭാഗങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പരസ്യം നൽകി അവിടെ ഒരു വർഗീയ വികാരം ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിച്ചത്? അതിലൊക്കെ പരാജയപ്പെട്ട ആളുകൾ അവരുടെ ഇച്ഛാഭംഗം ഇങ്ങനെ നിരത്തുന്നു എന്ന് മാത്രം കണ്ടാൽ മതി. 18,600-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് ജയിച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ പറയുന്ന ഏത് സംഘടനയ്ക്കാണ് അതിൻ്റെ 10-1 പോലും വോട്ട് ബേസ് അവിടെയുള്ളത്? ഇതിൻ്റെ സമീപ മണ്ഡലങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. SDP-ക്ക് എത്ര വോട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്ക് എത്ര വോട്ടുണ്ട്, അവരുടെ വെൽഫെയർ പാർട്ടിക്ക്. അപ്പോൾ നാമമാത്രമായിട്ടുള്ള വോട്ടുള്ള അതെ രാഹുൽ മാങ്കൂട്ടത്തിനോട് നിങ്ങൾ വളരെ കൃത്യമായി ചോദിച്ചപ്പോൾ, നിങ്ങളുടെ മാധ്യമമാണോ എന്നറിയില്ല, വേറൊരു മാധ്യമത്തിലേക്ക് തോന്നുന്നു, റിപ്പോർട്ടർ TV ആണെന്ന് തോന്നുന്നു, അദ്ദേഹം വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിട്ടുണ്ട് വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് ആ തരത്തിലേക്ക് അങ്ങനെ പറയാമല്ലോ, അസന്നിഗ്ധമായി പറയാമല്ലോ. ഞാൻ ചോദ്യം കഴിഞ്ഞാൽ ഞാനൊന്ന് റെസ്പോണ്ട് ചെയ്യട്ടെ, പറയാമോ? ഓക്കെ. ഇത് ഇവിടെ മാത്രമല്ലല്ലോ, 4 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ വിജയിച്ച വയനാട്ടിൽ പോലും അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ജയിക്കാൻ പോകുന്നത് എന്നാണല്ലോ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ചോട് പിടിച്ചുകൊണ്ട് തോൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് ജമാഅത്തെ ഇസ്ലാമിയാണ്, SDP-I ആണ് എന്ന് പറയുന്നതിലെ ആ ബാലിശത്വം അല്ലെങ്കിൽ അതിലെ ഉള്ള ഒരു സില്ലിനെസ്, പെറ്റിനെസ് നിങ്ങളൊന്ന് തിരിച്ചറിയാൻ സാധിക്കണം എന്നുള്ളതാണ് എനിക്ക് അവിടെ പറയാനുള്ളത്. അതോടൊപ്പം ഇവിടെ ഇപ്പം ശ്രീ ശിവരാജൻ BJP-യുടെ സമുന്നതനായിട്ടുള്ള പാലക്കാട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട സീനിയർ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മളെല്ലാവരും കേട്ടതാണ്. BJP-ക്ക് അകത്ത് തമ്മിലടി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, BJP-യുടെ അടിത്തറ തകർന്നിരിക്കുന്നു. BJP എന്ന് പറയുന്ന ഒരുപക്ഷെ പാലക്കാട്ട് വിജയസാധ്യതയടക്കം കൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് പാലക്കാട് അവരുടെ അടിത്തറ ഇളകിയിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ശോഭ കെടുത്താൻ വേണ്ടിയിട്ട്, ഞങ്ങൾ BJP-ക്കെതിരെ നേടിയെടുത്ത ആ വലിയ പോരാട്ട വിജയത്തിൻ്റെ ശോഭ കെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ അപ്പുറത്തുള്ള ആളുകൾ, തോറ്റ ആളുകൾ, 3-ാം സ്ഥാനത്ത് പോയ ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഈ നെറേറ്റീവുകൾ ദയവായി നിങ്ങൾ ഏറ്റെടുക്കരുത്. ഒരു ഇലക്ഷൻ കഴിയുന്ന സമയത്ത് പല ചെറുകിട കക്ഷികളും അവരുടേതായിട്ടുള്ള ആഹ്ലാദ പ്രകടനമൊക്കെ നടക്കും. ഏതായാലും ഞങ്ങളുടെ ഒപ്പം ചേർന്നുകൊണ്ടുള്ള ഒരു ആഹ്ലാദ പ്രകടനമല്ലോ, ഞങ്ങളുടെ ഏതെങ്കിലും ഔദ്യോഗിക വേദി വന്നിട്ടല്ലല്ലോ. ഓരോ ആളുകൾക്കും വോട്ടുണ്ടാവും, അവർ ഓരോരുത്തരുടെയും വോട്ട് ചെയ്തിട്ടുണ്ടാവും. BJP-യുടെ വോട്ട് ഇത്തവണ വലിയ രീതിയിൽ ഞങ്ങളിലേക്ക് വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് വോട്ട് കൂടുന്നു, BJP-ക്ക് വോട്ട് കുറയുന്നു എന്നുള്ള അനുഭവം ഉണ്ടാകുന്നത്. അത് BJP-ആയിട്ട് ഉണ്ടാക്കിയ പാലക്കാട്ട് ആ ഡീലിനെ കുറിച്ചാണ് സരിനും പറഞ്ഞത്.